നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് നിങ്ങൾക്കായിട്ട് എന്താണെന്ന് നോക്കാം. 2 ഒറാക്കിൾ ഡെക്കാണ് കേട്ടോ. ഐ ആം ഒബ്സെസ്ഡ് വിത്ത് യു. നിങ്ങളെക്കുറിച്ച് ഒരു ഒബ്സെസ്ഡാണ് എന്ന് പറയുകയാണ് കേട്ടോ. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താൻ പറ്റാത്ത അവസ്ഥയാണ്. ഐ കാൺട്ട് ടേക്ക് ഇറ്റ് എനി മോർ. അവർക്കതിനി സഹിക്കാൻ വയ്യ. അതായത് ആ ഫീലിങ്സ് മറച്ചു പിടിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് പറയാണ്. ഐ കാൺട്ട് എക്സ്പ്രസ് മൈസെൽഫ്. പക്ഷേ എങ്ങനെയാണ് സ്വയം എക്സ്പ്രസ് ചെയ്യേണ്ടതെന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് നോ വെയർ ടു സ്റ്റാർട്ട്. എങ്ങനെയാണ് തുടങ്ങേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നവർക്കൊരു പിടിയും കിട്ടാത്ത അവസ്ഥ. ഐ ഡോണ്ട് വോണ്ട് ടു ബി ഹൂ ഐ യൂസ് ടു ബി. യു ഡിസേർവ് ബെറ്റർ. അവരുടെ സ്വഭാവം അവർക്ക് തന്നെ പിടിക്കാതിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ആളെ കിട്ടുന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇമോഷൻസ് ഓവർവെൽം മീ. ഞാൻ പറഞ്ഞില്ലേ, ഫീലിങ്സ് മനസ്സ് നിറഞ്ഞിട്ട് അവർക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഹൗ കുഡ് യു എവർ ഫോർഗീവ് ദ മെസ് ഹവ് മെയ്ഡ്. അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെ ശരിയാക്കുമെന്ന് അവർക്കറിയില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഇനി മറ്റേ ഡെക്ക്. ഐ വോണ്ട് ടു ഫിക്സ് അവർ കണക്ഷൻ. വെരി ഗുഡ്. എന്തെങ്കിലും പ്രോബ്ലംസ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് ശരിയാക്കണമെന്നാണ് അവർ കരുതുന്നത്. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിങ്ങളുമായിട്ട് ഒരു കണക്ഷൻ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളുടേതൊരു സോൾ കണക്ഷനാണ്, കഴിഞ്ഞ ജന്മങ്ങളിൽ ഉള്ള കണക്ഷനാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. ഐ ഫീൽ ഷാറ്റേഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ. ഒരു ടെമ്പററി ബ്രേക്കപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ സിറ്റുവേഷനിൽ വല്ലാത്ത വിഷമമുണ്ട്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരുടെ ഒരു ഭാഗം തന്നെ മിസ്സിങ് ആയതുപോലെയാണ്, ഇല്ലാത്ത പോലെയാണ് അവർക്ക് തോന്നുന്നത്. ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ്. അവരുടെ മിസ്റ്റേക്സ് തിരുത്താൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളെ വിളിച്ച് നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നവർക്ക് ആഗ്രഹമുണ്ട്. ഐ ഹാഡ് ടു ലെറ്റ് ദിസ് ഗോ സോ ഐ കുഡ് ക്ലിയർ മൈ മൈൻഡ്. അവരാകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരു ടെമ്പററി ബ്രേക്ക് എടുത്തത് കേട്ടോ. അതാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നും അതിനർത്ഥമുണ്ട് കേട്ടോ.